Magic morning to all. Magic morning. Magic morning. Magic morning. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് പോവാം അല്ലേ? എല്ലാവരും ഓക്കെ അല്ലേ? റെഡി അല്ലേ എല്ലാവരും? എല്ലാവരും ഇവിടെ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, വീഡിയോ ചെയ്യാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഓൺ ചെയ്തിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും നമ്മുടെ സെഷൻ്റെ പോസ്റ്റർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇന്നത്തെ സെഷൻ എടുക്കുന്നത് നമ്മുടെ സ്വന്തം ബി മാജിക് മെമ്പർ ആയിട്ടുള്ള നമ്മുടെ സിന്ധു മാം ആണ്. ഓക്കെ, അപ്പോൾ സിന്ധു മാമിൻ്റെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞ ഹാബിറ്റ് ആണ്. സോ ഈ നല്ലൊരു ടോപ്പിക്കിനെ കുറിച്ച് ഇന്നത്തെ സെഷൻ എടുക്കാൻ വേണ്ടി ഞാൻ സിന്ധു മാമിനെ ഇൻവൈറ്റ് ചെയ്യാണ്. സിന്ധു മാം, പ്ലീസ് വെൽക്കം മാം. ഹായ്, മാജിക് മോർണിംഗ്. ഒരു മിനിറ്റ് ഇട്ടോ മോളെ. ഓക്കെ ഓക്കെ. എല്ലാരും ഹായ്. ക്യാമറ ഓഫ് ആക്കിയതാണ്, ഞാനും ഓഫ് ആക്കിയിട്ടാ. എല്ലാരും ഓഫായിക്കോട്ടെ, നിങ്ങൾ അങ്ങനെ ഓഫാക്കണ്ട. ഹായ്, മാജിക് മോർണിംഗ്. ഇന്ന് എത്ര ആളുണ്ട്? 18 പേര്. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന വിഷയം ഹാബിറ്റ് ആണ്. നമ്മളെല്ലാരും കേട്ട് 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 എന്താ പറയാ, നമുക്ക് ഒരുപാട് തവണ കേട്ടിട്ടുള്ള ഒരു വാക്കാണല്ലേ ഹാബിറ്റ് പറയുന്നത്. പക്ഷെ ആ ഒരു ഹാബിറ്റിനെ ഉണ്ടാക്കി എടുക്കുക പറയുന്നത് ഭയങ്കര പ്രയാസാണ്. ഇപ്പൊ ബി മേജിക്കിൽ വന്ന് ഇന്ന് വരെ നിലനിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അത് വലിയ പ്രയാസമൊന്നുമല്ല. കാരണം നമ്മള് നിത്യേന ചെയ്തു പോരുന്ന കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞാല് രാവിലെ എഴുന്നേൽക്കുക പറഞ്ഞാൽ അവരെ ടൈം എന്ന് പറയുന്നത് 8 മണിയൊക്കെയാണ്. 6 മണി, 8 മണി, 7:30 ഈ ടൈമിലൊക്കെയാണ് ഒരു വീട് തന്നെ നീക്കുന്ന ആ സമയത്താ. ഒരു വീട്ടില് പഴയ തലമുറയിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് ഒരു മുത്തശ്ശിയോ അല്ലെങ്കിൽ ഒരു അച്ഛമ്മ, ഒരു അമ്മമ്മ, അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവര് ഒരു 4:30, 5 മണിയാകുമ്പോഴേക്ക് എത്ര വൈകിയെങ്കിലും എത്ര വയസ്സായതാണെങ്കിലും ആ ടൈം ആകുമ്പോ അവര് ഉണർന്നിരിക്കുന്നുള്ളതാണ്. കാരണം പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നു. രാവിലെ നേരത്തെ എഴുന്നേൽക്കുക. പണ്ടൊക്കെ പറയണ കേട്ടിട്ടുണ്ട്, എന്റെ അച്ഛമ്മയൊക്കെ പറയണ ഞാൻ കേട്ടിട്ടുണ്ട്, ആണുങ്ങൾ പുറത്ത് ഇറങ്ങണതിന്റെ മുന്നേ മുറ്റം അടിച്ചിരിക്കണം, സൂര്യൻ ഉദിക്കുന്നതിന്റെ മുന്നേ മുറ്റം അടിച്ചിരിക്കണം എന്നാണ് പണ്ടൊക്കെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ. അങ്ങനെയാണ്. അപ്പോ ആണുങ്ങൾ നീറ്റ് വരുമ്പോ ചൂല് കാണാൻ പാടില്ല. ഇതൊക്കെയായിരുന്നു അന്നത്തെ നിയമങ്ങള്. അപ്പൊ അതുകൊണ്ട് തന്നെ പുലർച്ചെ നീറ്റ് അവര് വേഗം അടിച്ചു തുടക്കലും മിറ്റടിക്കലും എല്ലാം കഴിഞ്ഞ് അവര് ഒരു നിലവിളക്ക് കത്തിച്ച് ഉമ്മർത്ത് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അന്ന് അതിന് കുറെ ഐതിഹ്യങ്ങളും ഉണ്ട്. രാവിലെ നമ്മളെ വീട്ടിലേക്ക് മഹാലക്ഷ്മി വരും, ആ സമയത്ത് നമ്മൾ ചൂല് കാണാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അന്നത്തെ ആ ഒരു ചിട്ടവട്ടങ്ങളെല്ലാം മറന്ന് നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിലൂടെ പോണോണ്ട് തന്നെ നമുക്ക് ഒരുപാട് എന്താ പറയാ, ഒരുപാട് പ്രശ്നങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നുണ്ട് അല്ലെ. എല്ലാരും പറയും പഴയതുപോലെ, പഴയ ശാസ്ത്രം ഒന്നും ഇവിടെ പറയണ്ട പറയും. വീട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയും, നിങ്ങളാ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് വിട്, അന്നത്തെ കാര്യം ഒന്നും ഇവിടെ പറയണ്ട, ഇപ്പൊ ഞങ്ങൾക്ക് ഇതാ പറ്റുള്ളൂ. കാരണം എന്താ, വൈകി വരിക. അന്ന് രാത്രിയാകുമ്പോ ഒരു ഫാമിലിയിൽ എല്ലാരും കൂടി ഇരുന്നിട്ടൊന്ന് ഫുഡ് കഴിക്കുക പറഞ്ഞത് വളരെ എന്താ പറയാ, കുറച്ച് പേര് മാത്രമേ ഉണ്ടാവുള്ളൂ. ചില ഫാമിലികൾ മാത്രം. അധികം ആൾക്കാരും ഒരാൾ വരും കഴിക്കും, അവര് പോവും, അവിടുന്ന് കുറച്ച് കഴിയും, പിന്നെ ഒരാൾ വരും കഴിക്കും, അങ്ങനെ പോകും. എല്ലാരും കൂടി കൂട്ടായിട്ട് ഇരുന്നിട്ട് ഒരു കാര്യം തീരുമാനിക്കുക, അല്ലെങ്കിൽ കൂട്ടായിട്ട് ഇരുന്നൊരു ഭക്ഷണം കഴിക്കുക, അതൊന്നൊന്നില്ല. ഇന്ന് എല്ലാരും ഉറങ്ങുന്ന ടൈം തന്നെ എത്ര? 12 മണി, 1 മണി. കാരണം എന്താ, ഈ മൊബൈൽ ഇങ്ങനെ നോക്കി നോക്കി വെറുതെ ഒരു കാര്യം ഉണ്ടാവില്ല, ആവശ്യമില്ലാതെ ഇരുന്നിട്ട് മൊബൈൽ ഇങ്ങനെ തോണ്ടി 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 അങ്ങനെ സമയം കളയും. എന്നിട്ട് അവർ കിടക്കുന്ന ടൈം 1 മണി, 1:30 ഒക്കെ ആ സമയത്ത് ചെന്ന് കിടക്കും. രാവിലെ എഴുന്നേക്കാൻ പറ്റുമോ?
എഴുന്നേൽക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ആ നേരം കുറേ നേരം കിടന്നുറങ്ങും. എന്നിട്ട് രാവിലെ 8 മണിക്ക് ജോലിക്ക് പോകുന്നത് വരെ ഞാൻ കണ്ടോണ്ടിരിക്കുന്ന കാര്യം പറഞ്ഞു. ജോലിക്ക് 7:30 8 മണിക്ക് പോണ ആള് വരെയും 6:30 7 മണി വരെ കിടന്നുറങ്ങും. ആ ടൈമിൽ ഞാൻ എനിക്ക് ഓടിപ്പടഞ്ഞ് ഓരോ കാര്യങ്ങൾ ചെയ്ത്, പിന്നെ ഇപ്പൊ ഇന്ന് ഫാസ്റ്റ് ഫുഡ് അല്ലേ, നമ്മൾ എവിടെ വിളിച്ച് ഓർഡർ ചെയ്താലും സാധനം നമ്മളെ വീട്ടിലേക്ക് എത്തും. ഇന്നത്തെ കാലഘട്ടം അങ്ങനെ പോണത്. പക്ഷെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കുറെ പോസിറ്റീവ് കമ്മ്യൂണിറ്റികൾ നമ്മളെ നിലവിലുണ്ട് അല്ലെ? ഇപ്പൊ ബിമേജിക് പോലെ തന്നെ കുറെ പോസിറ്റീവ് കമ്മ്യൂണിറ്റികൾ നമ്മളെ നിലവിലുണ്ട്. അപ്പൊ നമ്മള് അതിലേതിലൊക്കെ ഒന്ന് ചെന്ന് പെട്ട് നമ്മളെ ആ ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ്. രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോ തന്നെ ഇപ്പൊ ഒരു 3:30 to ഒരു 5:30 വരെയൊക്കെ നല്ല സമയമാണ് അല്ലെ? നമ്മളെ എല്ലാ ആഗ്രഹങ്ങളും നമ്മളെ ഗോൾ സെറ്റിങ്ങിനും എല്ലാറ്റിനും പറ്റിയ നല്ലൊരു ടൈമാണ് ഈ ഒരു സമയം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആ ഒരു സമയത്ത് എഴുന്നേൽക്കുന്നത് തന്നെ നമ്മളെ എനർജിക്കും നമുക്ക് നല്ല ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് നമ്മളെ ഹെൽത്തിനൊക്കെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നുള്ളതാണ്. അപ്പൊ നമ്മളെ വീട്ടിൽ കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കണം അവരോട്? രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് കഴിഞ്ഞാല് അവരുടെ ഹെൽത്തിനെ അത് നന്നായി ബാധിക്കും. നല്ല ഹെൽത്ത് ഉണ്ടാക്കാനും നല്ലൊരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കാനും എല്ലാറ്റിനും പറ്റിയൊരു സമയമാണെന്നുള്ളത് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് നമ്മളത് ശീലമാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ പറയുന്ന ഒരു പേരാണ് മിറാക്കിൾ മോർണിംഗ്. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്? മിറാക്കിൾ മോർണിംഗ് റൊട്ടീൻ. ഇതാണ് നമ്മളെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത്. അതിൽ കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് നമ്മൾ ആ ഒരു എന്താ പറയാ 5:30 നീക്കുന്ന സമയത്ത് അല്ലെങ്കിൽ 5 മണിക്ക് നീക്കുന്ന സമയത്ത് നമ്മളൊരു അലാറം സെറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് ചില ആൾക്കാർ അലാറാണ്ട് ഓഫ് ആക്കുക, വീണ്ടും അവിടെ തന്നെ കിടക്കും. രാവിലെ സുഖമുള്ള ഉറങ്ങാൻ നല്ല സുഖമുള്ള ടൈമാണ്. ചില ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യും? ആ അലാറം അടിക്കുന്ന കേട്ട പെട്ടെന്ന് നിൽക്കും. ഒരു 10-15 ദിവസം നമ്മൾ ആ അലാറം സെറ്റ് ചെയ്ത് വെച്ചാൽ നമ്മൾ അത് ശീലമാക്കി കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ആ ഒരു സമയത്ത് എഴുന്നേൽക്കുന്നുള്ളതാണ്. നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം തന്നെ നമ്മൾ മൊബൈൽ അല്ലെങ്കിൽ മീഡിയ പോലത്തെ സംഭവങ്ങളൊന്നും നോക്കാതെ നമ്മൾ എഴുന്നേറ്റ് കൂളായിട്ട് കുറച്ചു നേരം നമ്മളൊന്നിങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. കുറച്ച് സമയം ആ സൈലന്റ് ആവുക എന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ കാര്യങ്ങളിൽ ചെന്ന് പെടാം. കാരണം മെഡിറ്റേഷൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് പ്രാർത്ഥനയിൽ പങ്കെടുക്കാം. അങ്ങനെ കുറെ കാര്യങ്ങൾ ആ ഒരു സമയത്ത് നമ്മൾ ചെയ്യണത് നല്ലതാണ്. അതല്ലാതെ നമ്മൾ അയ്യോ നേരം വൈകി എന്ന് പറഞ്ഞിട്ട് തിരക്കൂട്ടിന് എഴുന്നേൽക്കുക, പെട്ടെന്ന് നമ്മൾ അടുക്കളയിൽ ഓടിച്ചെന്ന് നമ്മൾ കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് സ്ട്രെസ് അനുഭവപ്പെടാൻ സാധ്യത ഉണ്ട്. പിന്നെ ഈ ഒരു എഴുത്തുകാരനും ഒരു പ്രാസംഗികനുമായിട്ടുള്ള ഹാൽ എൻറോട്ടിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പുസ്തകമാണ് ദ മിറാക്കിൾ മോർണിംഗ് റൊട്ടീൻ എന്ന് പറയുന്നത്. ആ ഒരു പുസ്തകത്തിലാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ കുറെ കാര്യങ്ങൾ ഇതിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. ഇതിലൊരു 6 സ്റ്റെപ്പ് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു 6 സ്റ്റെപ്പാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത്. അതായത് സേവേഴ്സ്, SAVERS, സേവേഴ്സ് അതാണ് പറഞ്ഞത്. ഫസ്റ്റില് S, അതായത് സൈലന്റ്. നമ്മൾ എഴുന്നേറ്റ് കുറച്ച് സമയം നമ്മളൊന്ന് സൈലന്റ് ആയിട്ട് ഇരിക്കുക. ആ സമയം എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു കാമായിട്ടുള്ള ഒരു സമയമാണ്. നമ്മളെ എല്ലാ നാഡീഞരമ്പുകളെയും നല്ല ഒരു ഉത്തേജനം അല്ലെ കൊണ്ടുവരാനൊക്കെ പറ്റിയ നല്ലൊരു ടൈമാണ്. നമ്മൾ എഴുന്നേക്കുന്ന ഒരു 5:30 തൊട്ടിട്ട് ഒരു 5 മണി അല്ലെങ്കിൽ ഒരു 3:30 തൊട്ടിട്ട് ഇങ്ങോട്ട് എഴുന്നേക്കണം. ഒരു 5:30യുടെ ഉള്ളിൽ നമ്മൾ എഴുന്നേക്കണം. ആ ടൈം എന്ന് പറഞ്ഞത് നല്ലൊരു എനർജി ഒക്കെ തരുന്ന നല്ലൊരു ടൈമാണ്. അപ്പൊ ആ ഒരു സമയത്ത് നമ്മൾ കുറച്ച് സമയം ഒന്ന് സൈലന്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി നോക്കുക. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ മെഡിറ്റേഷൻ അല്ലെങ്കിൽ പ്രാർത്ഥന, അങ്ങനെ നമുക്ക് ഇഷ്ടമായത്, നമുക്ക് എന്താണോ തോന്നുന്നത്, നമുക്ക് ഇഷ്ടത്തോടുകൂടി എന്താണോ തോന്നുന്നത് ആ ഒരു സമയത്ത് നമുക്ക് അങ്ങനെ ചെയ്യാം. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതാനും ഒക്കെ നമുക്ക് പറ്റണ ഒരു ടൈമാണത്. രണ്ടാമത്തെ വാക്ക് എന്ന് പറഞ്ഞത് അഫർമേഷൻ. അതായത് അഫർമേഷൻ നമുക്കറിയാലേ, നമ്മളിപ്പോ ഈ ബിമേജിക്കില് പറയുന്ന കുറെ കാര്യങ്ങളല്ലേ അഫർമേഷൻ, അതുപോലെ ഗോൾ സെറ്റിംഗ്, ഇതൊക്കെ നമ്മൾ പറയാറുള്ള കാര്യങ്ങളല്ലേ. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു അഫർമേഷൻ ചെയ്യാന്ന് പറഞ്ഞത് നമ്മളെ ജീവിതത്തിൽ നമുക്ക് എന്തൊക്കെയാണോ നേടേണ്ടെന്നുള്ള കാര്യങ്ങൾ അതിനെ നമ്മൾ എന്താ പറയാ ഒരു അടുക്കും ചിട്ടയോട് കൂടി നമ്മൾ ചെയ്തു പോരുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ച് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി നമുക്ക് പറ്റും. അതാണ് അഫർമേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ മൂന്നാമത് പറയുന്നത് V ആണ്. അതായത് വിഷ്വലൈസേഷൻ അല്ലെ. നമ്മളെ ഡ്രീംസ്,
നമ്മളെ ഗോൾസ്, നമ്മളെ പ്ലാൻസ്, നമ്മളെ ജീവിതത്തിൽ എന്തൊക്കെയാണോ നടക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങള് ഓൾറെഡി ഇതെല്ലാം നടന്നതായിട്ട് നമ്മൾ ഈ വക എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ട് ഇതെല്ലാം നടന്നതായിട്ട് ഇമാജിൻ ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവരുന്ന ഒന്നിനെ പറയുന്ന പേരാണ് വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്ത വാക്കെന്ന് പറയുന്നത് ഈ ആണ്. ഈ പറയുന്നത് എക്സസൈസ്. നമുക്കറിയാം നമ്മളെ ജീവിതത്തില് എക്സസൈസ് ഇപ്പൊ നിർബന്ധമാണ് അല്ലെ. എത്ര ആൾക്കാരാണ് കൊളസ്ട്രോളും അതും ഇതൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുമെന്ന് അറിയാം. കാരണം ഈ ഫാസ്റ്റ് ഫുഡ് വാങ്ങി ഇങ്ങനെ കഴിക്കല്ലേ, രാത്രിയും പകലും. അവർക്ക് സമയമൊന്നുമില്ല. എപ്പോഴാ തിന്നാൻ തോന്നുന്നു ആ ടൈമിന് വാങ്ങുക. അത് ഒന്നോ രണ്ടെണ്ണോ എന്നല്ല അവർ വാങ്ങി കഴിക്കും, ഒരുപാട് വയറ് നിറയെ വാങ്ങി കഴിക്കും. അല്ലെങ്കിൽ ആഗ്രഹം ഉണ്ട് തിന്നണം, എപ്പോഴെങ്കിലും ഒരു തവണ പോയിട്ട് നമ്മളൊരു ഫാസ്റ്റ് ഫുഡ് വാങ്ങി കഴിക്കാതല്ല. ഇന്ന് ഡെയിലി വീടുകളിൽ ഫാസ്റ്റ് ഫുഡ് ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമായി മാറിക്കൊണ്ടിരിക്കുക നമ്മളെ ഈ ഒരു ഇത്. അപ്പൊ ആ സമയത്ത് നമ്മളെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും നിർബന്ധമാണ് എക്സസൈസ്. എക്സസൈസ് ചെയ്യാൻ മടി ഉണ്ടെങ്കിൽ 1 മിനിറ്റ് എങ്കിലും നമ്മളെ ശരീരം ഒന്ന് മൂവ് ചെയ്താൽ തന്നെ അതൊരു എക്സസൈസിലേക്ക് നമുക്ക് എടുക്കാം. മടിയുള്ള ആൾക്കാർ ഫസ്റ്റിൽ 1 മിനിറ്റ് 2 മിനിറ്റ് അങ്ങനെ ഇട്ട് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കും. എന്താണെങ്കിലും എക്സസൈസ് നമ്മളെ ജീവിതത്തിൽ നിർബന്ധമാക്കണം. പിന്നെ പറയുന്നത് റീഡിംഗ് ആണ്. അതായത് റീഡിങ്ങിലൂടെ നമുക്ക് ഒരുപാട് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റും റീഡിങ്ങിലൂടെ. അത് വായിക്കുന്ന സമയത്ത് നല്ല നല്ല ബുക്കുകൾ വായിക്കാൻ നമ്മൾ ശ്രമിക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തരുന്നതായിട്ടുള്ള ബുക്കുകൾ തെരഞ്ഞെടുത്ത് നമ്മൾ വായിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇത്ര നീചമായി പറയാമെങ്കിൽ മറ്റാരെ കുറിച്ചാണ് എന്ന് പറഞ്ഞുകൂടാത്തത്? ഇതാണോ ഇന്ത്യയുടെ ഭരണഘടന പറയുന്നത്? ഇതാണോ ഇന്ത്യ എന്ന വികാരം പറയുന്നത്? ഇതാണോ നമ്മൾ ഒറ്റക്കെട്ടായി പാകിസ്ഥാനെ തോൽപ്പിച്ചു എന്ന് അഭിമാനപൂർവ്വം ആഘോഷിക്കുന്ന വേളയിൽ ഉപയോഗിക്കേണ്ട പദങ്ങളാണോ? ഓക്കെ. പിന്നെ പറയുന്നത് സ്ക്രൈബിംഗ് ആണ്. അതായത് ജേർണലിംഗ് അല്ലെ. നമ്മള് ഒരു രാവിലെ എഴുന്നേറ്റ് ഇതെല്ലാം നമ്മൾ ഈ പറയുന്ന ടൈമിൽ വേണം ചെയ്യാനിട്ടാ. ആ സമയത്ത് എഴുന്നേറ്റിട്ട് നമ്മൾ എന്ത് ചെയ്യാ, നമുക്ക് വേണ്ട ഗ്രാറ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ ഫോർഗിവ്നെസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് എഴുതാൻ ശ്രമിക്കുക. അതുപോലെ നമുക്ക് വേണ്ട ഡ്രീംസും ഗോൾസും എല്ലാ കാര്യങ്ങളും പ്ലാൻസ് ഒക്കെ നമുക്ക് ഒന്ന് എഴുതി റെഡിയാക്കാം. നാളത്തേക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തലേദിവസം തന്നെ രാത്രി ഒരു ടൈം ടേബിൾ പ്രകാരം നമ്മൾ എഴുതി ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ലാഭിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെയ്യാം. അതാണ് ഈ ഒരു 6 സ്റ്റെപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ വഴിക്ക് ആദ്യം ചെയ്യേണ്ട പണി അവര് കിടന്ന സ്ഥലത്ത് അവരെ ബെഡ്ഷീറ്റ് ഒക്കെ ഒന്ന് മടക്കി വൃത്തിയാക്കി വെക്കുക. നമ്മള് ഒരു ബെഡ്റൂമിലേക്ക് കയറി ചെല്ലുമ്പോൾ അലങ്കോലമായി കിടക്കുന്ന ബെഡ്ഷീറ്റും പായൊക്കെ അങ്ങനെ തന്നെ കിടക്കുക ഒക്കെ ഇപ്പൊ ഒരുവിധ സ്ഥലത്തൊക്കെ ചെയ്യണ പണി തന്നെയാണ് അത്. ബെഡ്ഷീറ്റ് ഒന്നും മടക്കുകയില്ല, അങ്ങനെ ഇട്ടിട്ടുണ്ടാവും. നമുക്കതൊരു നെഗറ്റീവ് ഫീൽ എപ്പോഴും തരിക. ആ സ്ഥാനത്ത് നമ്മൾ അതെല്ലാം മടക്കി നല്ല വൃത്തിയാക്കിയിട്ട് അവിടെ അങ്ങനെ വെച്ചിരിക്കുന്ന കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിനൊരു സന്തോഷം. അപ്പൊ കുട്ടികളോട് അത് ആദ്യം പറഞ്ഞു കൊടുക്കുക. രാവിലെ എഴുന്നേറ്റ വഴിക്ക് മൊബൈൽ യൂസ് ചെയ്യാതെ നമ്മൾ ഈ കിടന്ന സ്ഥലമൊക്കെ ഒന്ന് ഗ്ലാസ് വെള്ളം, ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഒരു കപ്പ് വെള്ളം വേദനിക്കുന്നത് അല്ലെങ്കിൽ ശ്രദ്ധിക്കാതിരുന്ന് എനിക്കത് ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയാം. അത് കഴിഞ്ഞാൽ അവരതൊരു ശീലമാക്കി എടുക്കും. പിന്നീട് നമുക്ക് വേണ്ട കാര്യങ്ങൾ ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റികളൊക്കെ ജോയിൻ ചെയ്തിട്ട് അവിടെ പറയുന്ന പോലത്തെ കാര്യങ്ങളെല്ലാം ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ നമുക്ക് നല്ലൊരു മിറാക്കിൾ മോർണിംഗ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് പറ്റും. നമുക്ക് നല്ലൊരു ഹാബിറ്റ് ആക്കി മാറ്റാൻ അതിനെ പറ്റും. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് താങ്ക് യു ഓൾ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടീം മെമ്പേഴ്സ്, അപ്പൊ എന്താണ് ഈ ഒരു ഹാബിറ്റ് എന്നുള്ളത്? സിന്ധു സേവേഴ്സ് കൾച്ചറിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പൊ എന്താണ് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ടോ? എന്താണ് നിങ്ങൾക്ക് ഇന്നത്തെ സെഷനെ കുറിച്ചൊരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. ഓക്കെ, ആ 6 കാര്യം പറഞ്ഞവർക്ക് ഒരു ചോക്ലേറ്റ് ഫ്രീ ഉണ്ട്. മണിസാർ പറഞ്ഞ കേട്ടോ, മണിസാറിന് കിട്ടൂല. ഓക്കെ, അത് പറയാവോ ഏതൊക്കെയാണ് 6 എന്തൊക്കെയാണ്? 6 കാര്യം പറഞ്ഞവർക്ക് ചോക്ലേറ്റ് ഇവിടുന്ന് കൊരിയർ അയക്കും.
ചോക്ലേറ്റ് കൊറിയർ അയച്ചാൽ കേട് വരും. വേറെ എന്തെങ്കിലും കൊറിയർ അയക്കാം. കേട് വരാത്ത സാർ കൊറിയർ അല്ല റസാഖ് സാർ അയച്ചു തരും. അയച്ചു തരും. ആറ് കാര്യം ആരും പറയും. സേവേഴ്സ് ആര് പറയും? നമ്മളെ കമ്മ്യൂണിറ്റിക്ക് മോശമായിട്ട് അങ്ങ് മുന്നോട്ട് വരും എല്ലാരും. ഗോപിക മാത്രം ഉണ്ടാവും പറയാന്. ശനിമ രഞ്ജിത്ത് പറയും. രഞ്ജിത്ത് പറഞ്ഞോളൂ. 6 ആദ്യത്തത് സൈലൻസ് അല്ലേ മാഡം? അതെ. യെസ്. രണ്ടാമത്തത് അഫർമേഷൻ. യെസ്. മൂന്നാമത്തത് വി വന്നിട്ട് വിഷ്വലൈസേഷൻ. നമ്മൾ എന്നും ചെയ്യുന്ന കാര്യങ്ങളല്ലേ. ഈ സേവേഴ്സിന്റെ ഇ വന്നിട്ട് ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യോ? ഓടിക്കൂടി വന്നിട്ട് ഓടിയാൽ മതി, അപ്പൊ കിട്ടും. എക്സസൈസ്. ഈ വന്നിട്ട് എക്സസൈസ്. 6 വന്നിട്ട് ലാസ്റ്റ് സ്ക്രിപ്റ്റ്. നമ്മളെ ബിമാജിക്കില് നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് അത്. 6 വന്നിട്ട് റീഡിങ്, പിന്നെ എസ് വന്നിട്ട് സ്ക്രിബ്ലിംഗ്. അഡ്രസ്സോടെ പറയാം. അഡ്രസ്സോടെ ഒന്ന് എഴുതിയെടുക്കാവോ? എന്ത് സംഗതി മനസ്സിലായോ സാറേ? അഡ്രസ്സോടെ ഒന്ന് എഴുതിയെടുക്കാവോ? ചോക്ലേറ്റ് അയക്കാള്. ഞാൻ അത് ബന്ധപ്പെട്ടോളാം. കോണ്ടാക്ട് ചെയ്തോളാം. ചോക്ലേറ്റ് അഞ്ഞു പോകുള്ളൂ, വേറെ എന്തെങ്കിലും അയച്ചാൽ പോകൂല. വിഷ്വലൈസ് ചെയ്താൽ മതി. അതെ, വിഷ്വലൈസ് ചെയ്താൽ മതി. എന്തായാലും സൈലന്റ് എന്താ സംഭവം മനസ്സിലായോ? എന്താണ് സൈലന്റ്? സൈലന്റ് എന്താ? മെഡിറ്റേഷൻ. ഓക്കെ. പിന്നെ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാല് വിഷ്വലൈസേഷൻ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് വെച്ചാൽ അതിന്റെ ഒരു വിഷ്വലൈസേഷൻ മനസ്സിൽ കൊണ്ടുവരിക എന്നുള്ളത്. അതെ. പിന്നെ എക്സസൈസ് അത് നടന്നതായി. അതെ, നടന്നതായിട്ട് സങ്കല്പിക്കുക. അതിന് നടന്നതായിട്ട് ഇമാജിൻ ചെയ്താൽ നമ്മളത് പ്രാവർത്തികമാകും. അഫർമേഷൻ അറിയാലോ അല്ലേ? അതെ, അഫർമേഷൻ വിഷ്വലൈസേഷന്റെ എന്താ പറയാ, നമ്മളതുകൊണ്ട് ഉറപ്പിക്കുക. ഒരു നമുക്ക് നല്ലൊരു സക്സസ്ഫുൾ ആയ മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാനും നെഗറ്റീവ് ചിന്തകളെയും വിശ്വാസങ്ങളെയും റീപ്രോഗ്രാം ചെയ്യാനുമുള്ള ഒരു മെത്തേഡാണ്, ഒരു ടൂൾസ് ആണ് അഫർമേഷൻ എന്ന് പറയുന്നത്. താങ്ക് യു. ഇങ്ങനെ മനസ്സിലാക്കി എടുക്കണം, എന്നാലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. മറ്റേ സിന്ധുമ ഇങ്ങനെ പറഞ്ഞു തരും, നമ്മളങ്ങനെ കേൾക്കും എന്നല്ലാതെ ഇതെന്താ സംഗതി എന്ന് മനസ്സിലായാലേ മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. രസമാണ് ചെയ്താല് അല്ലേ? ഒരു ഡയറി ഒക്കെ എടുത്ത് എഴുതി തുടങ്ങി. സ്ക്രിബ്ലിംഗ് എന്ന് പറഞ്ഞത് വളരെ 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 ഉപയോഗമുള്ള സംഗതി. പിന്നീട് നമ്മുടെ കാര്യങ്ങൾ ഓർമ്മിച്ച് വെക്കാനും നമ്മൾ ഭയങ്കരമായിട്ട് നാടകീയമായിട്ട് നമുക്ക് ചേഞ്ച് പ്രകടമായിട്ട് അറിയാൻ പറ്റും ഒരാഴ്ച കൊണ്ട് തന്നെ. തീർച്ചയായിട്ടും സ്ക്രിബ്ലിംഗ് ഭയങ്കര ഉപയോഗം. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം ചോദിക്കാം. തുടർച്ചയായി 3 മാസം ചെയ്ത ആരെങ്കിലും ഉണ്ടോ? സ്ക്രിബ്ലിംഗ് എനിക്ക് 3 മാസം ഒരു ദിവസം പോലും മുടങ്ങാണ്ട് എൻ്റെ കയ്യിലുണ്ട് സ്ക്രിബ്ലിംഗ്. അത് ഭയങ്കര എഫക്റ്റീവ്. അതെനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത സംഗതിയാണ്. നമ്മുടെ ഒരു 5-6 മാസം മുമ്പ് നടന്ന എന്തെങ്കിലും സാധനം റെഫറൻസിന് വേണമെങ്കിൽ പോലും എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ഉപയോഗം ഉണ്ടാവും. ഓക്കെ. ആനയെ കാണാൻ ആനന്റെ ഫോട്ടോ ആനക്ക് കാണിച്ചു കൊടുക്കണം എന്നായിരുന്നു. നമ്മളെ വലിപ്പം കാണണമെങ്കിൽ നമ്മളെ ഡയറിയിലേക്ക് വെക്കേണ്ടി വരും, അല്ലാതെ നമുക്ക് കാണൂല. നമ്മൾ വിചാരിച്ചു നമ്മളാ പഴയ ആളെ തന്നെയാണ്. അല്ലാന്ന് പറയണേ നമ്മള് ഡയറിയിലേക്ക് നോക്കിയാൽ മതി, അപ്പൊ അറിയാം പഴയ ആളല്ല. വേറെ ആർക്കാ പറയാനുള്ളത്? എന്തായാലും ക്ലാസ്സിനെ കുറിച്ച് ഞാൻ തന്നെ പറയാം. ക്ലാസ് എന്തായാലും നന്നായിട്ടുണ്ട്.
നമ്മൾ കേട്ടതാണെങ്കിലും ഒരുപാട് പ്രാവശ്യം കേട്ടതാണെങ്കിലും വീണ്ടും വീണ്ടും കേൾക്കാൻ പറ്റിയതും ബി മാജിക്കിൽ പുതിയതായിട്ട് വന്ന ആളുകൾക്ക് ഇതിന്റെ കൾച്ചർ എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അത് അടിസ്ഥാനമാണ്, ശാസ്ത്രീയമാണ് എന്ന് തെളിയിക്കാനും പറ്റിയ ഒരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു സർ. നന്നായി പ്രസന്റ് ചെയ്തു. താങ്ക് യു. ഓക്കെ ഓക്കെ, താങ്ക് യു റസാഖ് സർ. ദെൻ വേറെ ആരാണ്? എന്താണ് ഇപ്പം നിങ്ങൾക്ക് ഇതിലേക്ക് എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഹാബിറ്റ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാനുള്ളവരൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ടീം മെമ്പേഴ്സ്? രാവിലെ എണീക്കാരനോ 9 മണിക്ക് എണീക്കാനല്ലേ ദീപ പറഞ്ഞത്? ദീപ ഉറങ്ങിപ്പോയ? മൂർത്തി സാർ പറഞ്ഞോളൂ. മൂർത്തി സാർ ഇപ്പൊ നമ്മൾ കാണുന്നുള്ള ആള് മണി സാറും മൂർത്തി സാറും നിങ്ങൾ രണ്ടാളും പറഞ്ഞോളൂ. ഞാനെല്ലാം കേട്ടുകൊണ്ട് രണ്ടാമത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത്രേ ഉള്ളൂ. കുഴപ്പമില്ല, നന്നായിരുന്നു. ഒന്നും കൂടി റിമൈൻഡ് ചെയ്ത മാതിരി ആവുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ വരുന്നതായിരുന്നേ വളരെ നല്ലൊരു ടോപ്പിക് തന്നെയാണത്. താങ്ക് യു മാം. താങ്ക് യു മൂർത്തി സർ. മണി സർ. മാജിക് മോർണിംഗ് സിന്ധു മാം, വീണ്ടും നല്ലൊരു ക്ലാസ്, നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. നമ്മളെ ബി മാജിക്കിന്റെ കൾച്ചർ തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആ സേവേഴ്സ് കൾച്ചർ എപ്പോഴും അത് വീണ്ടും വീണ്ടും കേട്ട് നമുക്ക് ഓർമ്മയിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയായിട്ട് പോകാനും നമ്മൾ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാനും അതുപോലെ തന്നെ ജീവിത വിജയം അതിനെ കൊണ്ട് സാധിക്കും എന്നുള്ളത് വ്യക്തമായ ആൾക്കാർ തന്നെയാണ് നമ്മൾ. നമുക്കത് ശരിക്കും പറഞ്ഞാൽ ഉപകാരപ്പെട്ടിട്ടുണ്ട്. അത് വീണ്ടും ഒന്ന് ഓർമ്മിപ്പിച്ചാലും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഉപകരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പൊ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുക, അതുപോലെ മോശപ്പെട്ട ശീലങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അപ്പം നല്ല ശീലങ്ങളിലൂടെ നമുക്ക് നല്ലൊരു മനുഷ്യരാകാനും നല്ലൊരു ജീവിതം കെട്ടിപ്പടുക്കാനും പറ്റും. മറ്റുള്ളവർക്ക് ഒരു മാതൃകയാകാനും നമുക്കത് പറ്റും. അപ്പോൾ ഇത്രയും നല്ലൊരു ക്ലാസ് തന്നതിന് താങ്ക് യു വെരി മച്ച്. ഹാബിറ്റിന്റെ ക്ലാസ് എടുക്കാൻ സിന്ധുമേമ ഏറ്റവും നല്ലത്. വീണ്ടും നല്ലൊരു ക്ലാസ് തന്നെ ഞാൻ തോന്നുന്നു. നമ്മളിതൊക്കെ ഒരുപാട് കേൾക്കുകയാണെങ്കിലും വീണ്ടും വീണ്ടും നമുക്ക് കേൾക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഒന്നും കൂടെ നമ്മുടെ എവിടെയെങ്കിലുമൊക്കെ ഒരു കുറവുകളുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് റെഡിയാക്കാനായിട്ട് നമുക്ക് തോന്നും. നല്ല നല്ല പ്രസന്റേഷൻ, നല്ല ഒഴുക്കോടുകൂടി തന്നെ എടുത്തു മാം. നല്ലൊരു ക്ലാസ്. എന്തായിരുന്നാലും ഇനിയും ക്ലാസ്സുകൾ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു മാം. എന്നെ നേരത്തെ പറഞ്ഞല്ലോ, റസാഖ് സാറ് പറഞ്ഞല്ലോ, എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേരലുകൾ ഉണ്ടെങ്കിൽ നമുക്ക് ഓരോ ദിവസം എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ഒരു ഹാബിറ്റായിട്ട് ഉൾപ്പെടുത്താം. ഇപ്പം ഞാൻ എൻ്റെ കാര്യത്തിൽ ഞാൻ ഓരോ ദിവസം എന്ന് വെച്ചാൽ എനിക്ക് വെള്ളം കുടിക്കാനൊക്കെ ഭയങ്കര മടിയുള്ള ഒരാളാണ്. അപ്പോഴത്തേക്ക് ഇത്ര ലിറ്റർ വെള്ളം ഇന്ന് എന്തായിരുന്നാലും കുടിച്ചേ പറ്റുള്ളൂ. അപ്പോൾ അതൊരു ഹാബിറ്റ് പോലെ ഒരു ദിവസം തുടങ്ങിയെന്ന് വെച്ചോളൂ. അതിൻ്റെ പിറ്റേന്ന് വേറെ എന്തെങ്കിലും ചെറിയൊരു കാര്യമായിരിക്കാം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പുതിയ ഇപ്പോൾ ഒരു ഡാൻസ് പഠിക്കാൻ തുടങ്ങി. എനിക്ക് കാലം അങ്ങോട്ടും വെക്കാൻ അറിയില്ല, ഇങ്ങോട്ടും വെക്കാൻ അറിയില്ല, അങ്ങനത്തെ ഒരാളായിരുന്നു. പക്ഷെ ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ദിവസം ഒരു ചെറിയ ഒരു സ്റ്റെപ്പൊക്കെ ഇട്ടിരുന്നാൽ തന്നെയും കുറേ ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ഒരു മാറ്റം അറിയാൻ പറ്റും. അങ്ങനെ ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ ചെറിയ ശീലങ്ങളും കൂടെ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ തന്നെ കുറേ മാറ്റം കൊണ്ടുവരാൻ പറ്റും. റസാഖ് സാറ് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു ഷൈനി മാം. ദെൻ വേറെ നെക്സ്റ്റ് ആരാണ്? ഷീല മാം, ഷീന മാം, ബീന മാം, സുലേഹ മാം, അഖില മാം, ദീപ മാം, ഒരുപാട് പേരുണ്ടല്ലോ. നമ്മളിപ്പോ സെലക്ട് ചെയ്യപ്പെട്ട 24 പേരുണ്ട്. സെലക്ട് ചെയ്യപ്പെട്ട 24 പേരിൽ ഇന്നൊരു 18 പേരാണ് പങ്കെടുത്തത്. ഈ 18 പേർക്ക്
മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്. നിങ്ങൾ ഓരോരുത്തരും ഫീഡ്ബാക്ക് പറയണം. അത് ക്ലാസ്സിനെ എല്ലാവർക്കും കുറിച്ചല്ല. കാര്യം പറഞ്ഞോളൂ. പിന്നെ എന്തിനെ കുറിച്ചാ സാറേ? ക്ലാസ്സിനെ കുറിച്ച്. ക്ലാസ് നന്നായാൽ നമുക്കറിയാം. നമ്മൾ വലുതാക്കാൻ വേണ്ടി പറയാം. നമ്മൾ വലുതാകാൻ വേണ്ടി പറയാന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഈ സേവേഴ്സ് പോയിന്റ് പറഞ്ഞത് നമ്മൾ വെറുതെ എഴുതിയാൽ പോരാ, നമ്മൾ മനസ്സിൽ ഫീൽ ചെയ്ത് എഴുതണമെന്നാണ് നമ്മളോട് പറയുന്നത്. നമ്മുടെ മനസ്സിൽ അതിന്റെ ഫീലിങ്ങോട് കൂടി എഴുതിയാലേ നമുക്ക് അതുകൊണ്ട് ഗുണമുള്ളൂ. ചിലപ്പം ഞാനിപ്പോ പറഞ്ഞാലും ചില ടൈമിൽ നമുക്ക് ടൈം കുറവാണെങ്കിൽ നമ്മളതൊന്ന് എഴുതി പോസ്റ്റ് ചെയ്യേണ്ടത് കൊണ്ട് ചിലപ്പോൾ അങ്ങനെ വരാം. പക്ഷെ അതുകൊണ്ട് പ്രയോജനം ഇല്ല എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാവും. അപ്പൊ നമ്മളതൊരു ഇത്തിരി ടൈം എടുത്ത് മനസ്സിൽ ഫീൽ ചെയ്ത് ഓക്കെ. ഓക്കെ, ആ പറഞ്ഞത് ശരിയാണ്. പക്ഷെ അങ്ങനെ അല്ലാത്തൊരു കാര്യമുണ്ട്. മനസ്സിൽ ഫീൽ ചെയ്തില്ലെങ്കിലും നമ്മൾ വിജയിക്കുന്ന ഒരു കാര്യമുണ്ട്. അതാണ് വീഡിയോ പ്രസന്റിങ്. ഇല്ലേ? നമ്മൾ മനസ്സിൽ ഫീൽ ചെയ്യണമെന്നില്ല. ഒരു 10 ദിവസം വീഡിയോ പ്രസന്റ് ചെയ്താൽ ആള് ഉഷാറും. അഫർമേഷനും നമുക്ക് ആ ഗ്രാറ്റിറ്റ്യൂഡും ചലഞ്ചും കൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് അതെ. ചെയ്തതായിരുന്നല്ലോ. മാം വോയിസ് ബ്രേക്ക് ആയിട്ടുണ്ട്. പറഞ്ഞത് ക്ലിയർ ആയില്ല കേട്ടോ. ഞങ്ങളെ ഒന്ന് ഉഷാറാക്കി Clear ആയിട്ടില്ല. കൊണ്ടുവന്നാ മതി സാറേ. ചെയ്യാം. ചെയ്യാം. വേറെ അല്ല, നമുക്ക് ആ ചലഞ്ചും കൂടി ഒന്ന് കൊണ്ടുവന്നാലോ എന്ന്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കുറച്ച് നാള് ചെയ്തതായിരുന്നല്ലോ. പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം. പ്രശ്നമില്ല. ചാലഞ്ച് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. അതിൽ ആള് വേണം. ഓക്കെ. വേറെ അറിഞ്ഞാരാ? ഷൈനി പറഞ്ഞില്ല. പറഞ്ഞു. അഖില മാം, ബീന മാം ഒക്കെ പോയി. ബീന മാം കേക്ക് ഉണ്ടാക്കാൻ പോയോ? ഓക്കെ, ദെൻ അതെ, നമുക്ക് അധികം നമ്മളിപ്പോ ഈ ഒരു കാര്യം എല്ലാവരും നിർബന്ധിച്ച് വിളിക്കേണ്ട കാര്യം ഇപ്പൊ ശീല മാം പറഞ്ഞ പോലെ വീഡിയോ ഓൺ ചെയ്യുന്ന ചലഞ്ചായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ ആരെങ്കിലും റെഡി ആയിട്ടുണ്ടോ? കാരണം നമ്മുടെ ഒരു കോൺഫിഡൻസും കാര്യം കൂടാൻ വേണ്ടി വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള സംഭവമാണിത്. വീഡിയോ ഓൺ ആക്കുക. ഫീഡ്ബാക്ക് ക്ലാസ് എന്ത് എന്നല്ല നമ്മളെ വിഷയമുള്ളത്. നമ്മൾ വിജയിക്കാൻ വേണ്ടി ആ ക്ലാസ്സിനെ കുറിച്ച് 2 അക്ഷരം പറയും. ആ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലായ കുറച്ച് കാര്യം ഉണ്ടാവുമല്ലോ. ക്ലാസ്സിൽ എന്തായാലും ഒരു 2-3 കാര്യം നമുക്ക് മനസ്സിലായതുണ്ടാവില്ല. ഇപ്പൊ ഇന്ന് വിഷ്വലൈസേഷൻ ചെയ്യുന്നത് എന്താണെന്ന് മനസ്സിലായി. അഫർമേഷൻ എഴുതുന്നതിന്റെ ഗുണം എന്താണെന്ന് മനസ്സിലായി. സേവേഴ്സ് എന്ന കൾച്ചർ എന്താണെന്ന് മനസ്സിലായല്ലോ. ആ മനസ്സിലായ സംഗതി മാത്രം ഒന്ന് പറഞ്ഞാൽ മതി. വേറെ ഒന്നുമില്ല. വീഡിയോ ഓണാക്കുക, പറയാം. ഇങ്ങനെ 10-20 ദിവസം ചെയ്താൽ അതിന്റെ മാറ്റം നമ്മളിലാണ് കാണുക. അതല്ലാതെ സിന്ധു മാമിനോ അല്ലെങ്കിൽ വേറെ ക്ലാസ് എടുക്കുന്ന ആൾക്കാർ ഇതുകൊണ്ട് ഒരു പ്രയോജനമൊന്നുമില്ല. അവർക്കറിയാം അവർ ക്ലാസ് എടുത്തത് നന്നായിരിക്കും. നമ്മൾ പറഞ്ഞിട്ട് വേണം. പക്ഷെ നമ്മളെ വിജയത്തിനാണ് ഈ പറയുന്നത്. പറഞ്ഞോളൂ. വേറെ ആരെഞ്ഞാറ് വൈൻഡപ്പ് ചെയ്യണോ? ഓക്കെ, വൈൻഡപ്പിലേക്ക് പോയാലോ? ശരി. അപ്പോൾ ടീം മെമ്പേഴ്സ്, എനിവേ താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ നെക്സ്റ്റ് ക്ലാസ്സുകൾ മുതൽ ഹലോ, വീഡിയോ ഓണാക്കി ഇരിക്കുന്നതുകൊണ്ടേ നമുക്ക് ഒരു കാര്യം കൂടി മനസ്സിലാവുന്നുണ്ടോ അറിയോ? ഇവര് രംഗത്തുണ്ടോ എന്ന് അറിയില്ല. കാരണം ഓണാക്കി വെച്ചിട്ട് ഒരു എങ്ങനെയും മാറിയിട്ടുണ്ടെങ്കിൽ അതൊന്നും നമ്മൾ അറിയില്ല. പക്ഷെ വീഡിയോ ഓണാക്കുമ്പോ നമുക്ക് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റും. അതെ അതെ. ഓക്കെ, എനിവേ ശരി. എനിവേ താങ്ക് യു സോ മച്ച് ടീം മെമ്പേഴ്സ്. അപ്പൊ എല്ലാവരും നെക്സ്റ്റ് സെഷൻസ് റെഡിയാക്കി കൊണ്ടുവരിക. ഓക്കെ, മാജിക് മോർണിംഗ്.
you all. Thank you, Sindhu ma'am. Thank you all. Thank you very much. Thank you. Thank you so much. Boa. Thank you, Sindhu.